ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വെളിപാട് പുസ്തകം 22-ാം അധ്യായം 2-ാം വചനം. അവിടെ 12 തരം ഫലങ്ങൾ കായ്ക്കുന്ന ഒരു വൃക്ഷമുണ്ടായിരുന്നു. ഒരു നമ്മളിന്ന് നമുക്ക് ഏറ്റവും താല്പര്യമുള്ള എന്നാൽ വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തെപ്പറ്റി ഒന്ന് ചെറുതായി ധ്യാനിക്കുകയാണ്. പ്രത്യേകിച്ച് ക്രിസ്മസ് ആഘോഷിക്കുന്ന ഈ സമയങ്ങളിലൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, നമ്മൾ ബോധപൂർവം ചെയ്യേണ്ട ഒരു കാര്യത്തെപ്പറ്റി കൂടെയാണ് ഇതിൽ ചിന്ത വരുന്നത്. നമ്മളെല്ലാവരും ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുന്നതിൻ്റെ ഭാഗമായി ക്രിസ്മസ് ട്രീ നമ്മുടെ എവിടെയൊക്കെ നമ്മൾ ആഘോഷിക്കുന്ന അവിടെയെല്ലാം ക്രിസ്മസ് ട്രീ നമ്മൾ അങ്ങേയറ്റം മോടിയോടെ അത് പിടിപ്പിച്ച് അത് അലങ്കരിച്ച് അതിൻ്റെ പൂർണ്ണതയിൽ അത് ആഘോഷിക്കാറുണ്ട്. ക്രിസ്മസ് ട്രീ നമ്മുടെ ക്രിസ്മസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. എന്താണ് ക്രിസ്മസ് ട്രീയുടെ യഥാർത്ഥത്തിലുള്ള ഒരു മെസ്സേജ്, സന്ദേശം എന്നാണെന്ന് നമ്മളൊന്ന് വചനാധിഷ്ഠിതമായി ഒന്ന് ധ്യാനിക്കുകയാണ്. അതിൻ്റെ അകത്ത് അങ്ങനെ ഒരു സന്ദേശമുണ്ട്. അതൊന്ന് നമ്മളൊന്ന് കണ്ടെത്താൻ വേണ്ടി ഒരു വിനീത ശ്രമം നടത്തുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 24-ാം വചനം പറയുന്നത്, ഇത് അതുപോലെ ഒരു ജീവൻ്റെ വൃക്ഷത്തിൻ്റെ പ്രതീകമാണിത്. ജീവൻ്റെ വെളിപാട് പുസ്തകം 20:15 വചനം 14 ജീവൻ്റെ ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവരെ പറ്റി പറയുന്നുണ്ട്. വീണ്ടും വെളിപാട് പുസ്തകം 21-ാം അധ്യായം 4-ാം വചനം പറയുന്ന, അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു മാറ്റും, സകലരുടെയും ദുഃഖം അവിടുന്ന്, ദുഃഖമോ നെടുവീർപ്പോ നിലവിളി ഇനി ഉണ്ടാകുകയില്ല, പഴയതെല്ലാം കടന്നു പോകും, ഇനി മരണവും ഉണ്ടാകുകയില്ല. അതിച്ചൂടെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വചനത്തിൽ പറയുന്നു, എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രയധികമായി സ്നേഹിച്ചെന്ന്. നമ്മുടെ ആദ്യ മാതാപിതാക്കൾ ആദവും ഹവ്വയും ആദവും ഹവ്വായെയും ദൈവം പാർപ്പിച്ച, അവൾ വസിക്കാൻ അനുവദിച്ച ഏദൻ തോട്ടത്തിൽ നിന്ന് ദൈവം ആഗ്രഹിച്ച സഞ്ചാരപാത വിട്ട് അവർ സഞ്ചരിച്ചപ്പോൾ, ദൈവത്തിൻ്റെ പദ്ധതിയും കൽപ്പനകളും ലംഘിച്ചപ്പോൾ അവർ ഏദൻ തോട്ടത്തിൽ നിന്ന് പടിയിറങ്ങുകയാണ്. ഏദൻ തോട്ടത്തിന് പൂട്ട് വീണു. ഏദൻ തോട്ടത്തിൽ നിന്ന് അവർ ഏദൻ തോട്ടത്തിൽ പടിയിറങ്ങിയ ആ ഏദൻ തോട്ടത്തിൽ നിന്ന് പടിയിറങ്ങി ആദ്യത്തെ ആദം ഏദൻ തോട്ടത്തിൽ നിന്ന് പടിയിറങ്ങിയപ്പോൾ രണ്ടാമത്തെ ആദം ഇതാ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ മാത്രം, പുതിയ നിയമത്തിൽ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന മർക്കോസ് സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 32 മുതലുള്ള വചനങ്ങളിൽ മറ്റൊരു തോട്ടത്തെപ്പറ്റി പറയുന്നുണ്ട്. അത് യേശു അത്യന്തം വേദനിച്ച, രക്തം വിയർത്ത് പ്രാർത്ഥിച്ച ഒരു തോട്ടം, ഗത്സമനി. ആ ഗത്സമനിയിലാണ് എൻ്റെ പാപത്തിന് ഉള്ള പരിഹാരം ചെയ്ത മറ്റൊരു വൃക്ഷങ്ങളുടെ കേന്ദ്രമായ ആ ഏദനിൽ നിന്ന് പുറത്താക്കപ്പെട്ട, ഏദനിൽ ലോക്ക് വീണ എൻ്റെ ദൈവം എന്നെ വീണ്ടെടുക്കാൻ വേണ്ടി മറ്റൊരു തോട്ടത്തിൽ വെച്ച് എനിക്ക് വേണ്ടി രക്തം വിയർത്ത് എൻ്റെ മരണതുല്യമായി വേദന അനുഭവിച്ച് അതിലൂടെ എൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രോസസ്സിൻ്റെ തുടർ നടപടികൾ ആരംഭിക്കുകയാണ്. എന്നാൽ അതിനെല്ലാം കാരണമായി പറയുന്ന ആദ്യത്തെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയ ആ മാതാപിതാക്കളെ, ആദ്യ മാതാപിതാക്കൾ, അവരോട് ദൈവം ചെയ്ത ആ വാഗ്ദാനത്തിൻ്റെ അനന്തര ഫലമായിട്ടെന്നോണമാണ് നമ്മെ ഇവിടെ ദൈവം വീണ്ടെടുക്കുന്നത്. അത് ഇച്ചിരി വ്യക്തമായി പറഞ്ഞാൽ നിയമാവർത്തനങ്ങളുടെ പുസ്തകം അതിൻ്റെ 21-ാം അധ്യായത്തിൽ വചനം വളരെ വ്യക്തമായി പറയുന്നുണ്ട്, മരത്തിൽ തൂക്കപ്പെട്ടവൻ ദൈവത്താൽ ശപിക്കപ്പെട്ടവനെന്ന്. അപ്പം തുടർന്ന് കൊളോസസ് ലേഖനം, ഗലാത്യ ലേഖനമൊക്കെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിഷ്കാസനം ചെയ്തു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പദ്ധതിക്ക് എതിരായി നിൽക്കുന്ന എല്ലാ ലിഖിത നിയമങ്ങളെയും യേശുവിൻ്റെ ജനനത്തോടെ, യേശുവിൻ്റെ പരസ്യ ജീവിതത്തോടെ, യേശുവിൻ്റെ പീഡാസഹനത്തോടെ, യേശുവിൻ്റെ കുരിശുമരണത്തോടെ അവയുടെ മേലെല്ലാം ഉന്നതമായ വിജയം വരിക്കുകയാണ് ചെയ്തത്. അത് കൊളോസസ് ലേഖനം 2-ാം അധ്യായം 14-ാം വചനം പറയുന്നത് ഇങ്ങനെയാണ്, നമുക്ക് ദോഷകരമായിരുന്ന ലിഖിത നിയമങ്ങളെ അവൻ മായ്ച്ചു കളയുകയും അവയെ കുരിശിൽ തറച്ചവൻ നിഷ്കാസനം ചെയ്യുകയും ചെയ്തുവെന്ന്. അവയെ പരസ്യമായ അവഹേളനപാത്രമാക്കിയെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് ദോഷകരമായ ലിഖിത നിയമങ്ങളെ അത് മാറ്റിയിട്ട് യേശുവിൻ്റെ കുരിശിലെ ബലിയുടെ യോഗ്യതയാൽ നമ്മൾ വീണ്ടെടുക്കപ്പെട്ടു. അതുകൊണ്ട് രണ്ടാം ആദമായ ഈശോ, ആദ്യത്തെ
ആദം ഈ പർദീസായിൽ നിന്ന് പടിയിറങ്ങിയപ്പോൾ രണ്ടാം ആദത്തിൻ്റെ പ്രതീകമായിട്ടാണ് നമ്മൾ ഈ ക്രിസ്മസ് ട്രീ ആഘോഷിക്കുന്നത്. അതുകൊണ്ട് നമുക്കും ഈ വേളയിൽ അതിൻ്റെ പരിശുദ്ധിയോട് ചേർന്ന് യേശുവിൻ്റെ രക്ഷാകരമായ ഈ വലിയ സന്ദേശത്തിൽ നമുക്കും യേശുവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലേക്കും സ്വീകരിച്ച് കൊണ്ട് ഈ ക്രിസ്മസ് ആഘോഷത്തെ അതിൻ്റെ പൂർണ്ണതയിൽ നമുക്കും ആചരിക്കാം, ആഘോഷിക്കാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ.